ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ദിലീപിനെ നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ. ഒരു കോമഡി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇലക്ഷൻ ദിനത്തിൽ പോലും വൈകിയാണ് ഷോകൾ ആരംഭിക്കപ്പെട്ടതെങ്കിൽ പോലും മികച്ചൊരു തുടക്കം തന്നെ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ എത്തിയ സിനിമയുടെ വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ വന്ന എസ്റ്റിമേറ്റ് കളക്ഷൻ പ്രകാരം 2 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതറിയാനായിട്ട് കുറച്ച് മണിക്കൂറുകൾ അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ വരെ കാത്തിരിക്കണം. പവി കെയർ ടേക്കർ എന്ന സിനിമ ആദ്യ ദിവസം കേരളത്തിൽ തന്നെ 1 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കടന്നപ്പോൾ വിനീതിന്റെ മുൻ സിനിമയായ സംവിധാനം ചെയ്ത ഡിയർ ഫ്രണ്ട് എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ പവി കെയർ ടേക്കർ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ കൊണ്ട് മാത്രം മറികടന്നിരിക്കുകയാണ്. 2022 തിയേറ്ററുകളിലേക്ക് എത്തി ക്രിട്ടിക്കലി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തെങ്കിലും തിയേറ്ററുകളിലെ വൻ പരാജയം നേടിയെടുത്ത സിനിമയാണ് ടൊവിനോ നായകനായി എത്തിയ ഡിയർ ഫ്രണ്ട്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 81 ലക്ഷത്തോളം രൂപയായിരുന്നു. ആ കളക്ഷനാണ് ഇപ്പോഴത്തെ പവി കെയർ ടേക്കർ കേരള കളക്ഷൻ കൊണ്ട് മാത്രം ആദ്യ ദിവസം തന്നെ മറികടന്നിരിക്കുന്നത്. സിനിമ വിനീത് കുമാറിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി പവിയുടെ 2ാം ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ ഒരു മികച്ച അഭിപ്രായം ലഭ്യമായ സിനിമയുടെ 2ാം ദിവസം അതും ശനിയാഴ്ച ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അത്ര നല്ല ബുക്കിംഗ് ഒന്നും തന്നെ നിലവിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എല്ലാം തന്നെ സിനിമ നേടിയിട്ടുണ്ടെങ്കിൽ പോലും സാധാരണ ഒരു മലയാളം സിനിമയ്ക്ക് പോസിറ്റീവ് ലഭ്യമാകുകയാണെങ്കിൽ മണിക്കൂറിൽ 5000-10,000 റേഞ്ചിലെ ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടും. എന്നാൽ ദിലീപ് സിനിമയ്ക്ക് ആദ്യ ദിവസമാണെങ്കിലും ഇന്നാണെങ്കിലും 2000-ൽ പരം ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊരു നല്ല സൂചനയാണോ എന്ന് സംശയിക്കുന്നു. എന്തായാലും സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.